പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബലരാമൻ പറഞ്ഞത് അനുസരിക്കൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം തീർത്തു പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ്. ബലരാമൻ കൺമണിയുടെ ഈ ധിക്കാരത്തിന് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ബലരാമൻ മുന്നിലേക്ക് കടന്നു വരികയാണ്. കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും, അതിൽ യാതൊരു മാറ്റവുമില്ല. എനിക്കറിയാം അത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ ഇനി പദ്ധതികളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തു തന്നെയാണ് ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ബലരാമൻ കൺമണിയെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ബലരാമൻ അറിയാനിടയാവുകയാണ് കൺമണിയുടെ കഴുത്തിൽ കൃഷ് താലി കെട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതോടെ ഈ അവസരം തനിക്ക് അനുകൂലമായി ഉപയോഗിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അയാൾ. ഇതിൻ്റെ ഭാഗമായി മനോജിനെ ചെന്ന് കാണുന്ന ബലരാമൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം പറയുകയാണ്. നിങ്ങളെ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ സഹോദരി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കേൾക്കുന്ന മനോജ്, എനിക്ക് മനസ്സിലായില്ലല്ലോ സാർ, എന്താണ് സാർ ഉദ്ദേശിച്ചത്? ഇതോടെ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. നിങ്ങളുടെ സഹോദരിയുടെ വിവാഹം നടന്നു കഴിഞ്ഞു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ മനോജ്. മാത്രവുമല്ല, സാർ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ സത്യമാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിന് കൃത്യമായ തെളിവുകളും എൻ്റെ പക്കലുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് കൺമണിയുടെ ചേട്ടൻ വന്നു നിൽക്കുന്നത്. ഇതേ തുടർന്ന് എനിക്ക് എന്തായാലും ഇതേപ്പറ്റി അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മനോജ് പോകാൻ ഒരുങ്ങിയതിനെ തുടർന്ന് മനോജ് എന്തായാലും ഇതിനെപ്പറ്റി അന്വേഷിക്കുക തന്നെ വേണം എന്ന് പറയുകയും ചെയ്യുന്ന ബലരാമൻ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ബലരാമൻ തിരികെ പോവുകയും ചെയ്തിരിക്കുകയാണ്. മനോജാകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇതൊന്നും അറിയാതെ ഓഫീസിൽ നിന്ന് തിരികെ എത്തുന്ന കൺമണിയോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് മനോജ്. ഇതോടെ എന്തു പറ്റി ചേട്ടാ എന്ന് കൺമണി ചോദിക്കുന്നു. നിന്റെ കഴുത്തിൽ താലിയുണ്ടോ എന്ന് എനിക്ക് കാണിച്ചു തരണം. അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ട് കൺമണിയാകെ പകച്ചു പോകുന്നു. ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് ശ്രീനിവാസനും കൂട്ടരും കടന്നു വന്നതിനെ തുടർന്ന് എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതോടെ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതിന് കൃത്യമായ കാര്യമുണ്ട്. കൺമണിയുടെ കഴുത്തിൽ താലിയുണ്ടോ എന്ന് നോക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് ധനലക്ഷ്മി, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, എൻഗേജ്മെന്റ് മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. വരുണുമായുള്ള വിവാഹം കഴിയാതെ എങ്ങനെ അവരുടെ കഴുത്തിൽ താലി കാണും? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവളുടെ കഴുത്തിൽ താലിയുണ്ടോ എന്ന് നോക്കാൻ. ഇതോടെ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി താലിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് അവർ. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്നു കൺമണിയുടെ കഴുത്തിലെ താലി കണ്ട്. ഇതോടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ഇത് കേട്ട് ശ്രീനിവാസൻ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണി നമ്മളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു.
അവളുടെ വിവാഹം കഴിഞ്ഞു. വരുണുമായിട്ടല്ല, മറ്റാരോ ആയിട്ടാണ് വിവാഹം നടന്നിട്ടുള്ളത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ വിഡ്ഢികളാക്കുകയാണ് കൺമണി ചെയ്യുന്നത്. ഒരിക്കൽ പോലും നമ്മളോട് ഈ കാര്യം പറയാൻ ശ്രമിച്ചില്ല. എത്ര നാളുകൾ കഴിഞ്ഞു, എന്നിട്ടും അവൾക്ക് യാതൊരു മാറ്റവുമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ശ്രീനിവാസൻ സത്യങ്ങൾ പറയാൻ കൺമണിയോട് ആവശ്യപ്പെടുന്നു. ഇതോടെ കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ നിൽക്കുന്നു. ധനലക്ഷ്മി മുന്നിലേക്ക് കടന്നു വന്ന് ആരാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും സത്യാവസ്ഥ അറിയണമെന്ന് പറയുകയും ചെയ്യുന്നു. സത്യങ്ങൾ പറയാതെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ അവകാശമില്ല, ഞങ്ങൾ അനുവദിക്കുകയുമില്ല. നീ ഇപ്പോൾ ഇവിടെ വെച്ച് സത്യങ്ങൾ പറയണം. എനിക്ക് സത്യങ്ങൾ പറയാൻ സാധിക്കുകയില്ല എന്ന് കൺമണി പറയുകയും എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ താല്പര്യമില്ലാത്ത സമയമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു പറയണമെന്നറിയാതെ നിന്നു പോവുകയാണ് തളർന്ന ശ്രീനിവാസൻ. മാത്രവുമല്ല, ശ്രീനിവാസന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ കൺമണി ശ്രീനിവാസന്റെ അടുത്തേക്ക് എത്തിയതിനെ തുടർന്ന് ശ്രീനിവാസൻ തന്നെ തുടരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതോടെ ശ്രീനിവാസന്റെ അടുത്തേക്ക് വരുന്ന മനോജ് ശ്രീനിവാസനെ എടുത്ത് പൊക്കുകയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ എനിക്ക് പോകേണ്ട എന്ന് അറിയിക്കുന്നുവെങ്കിലും മനോജ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഇത് കാണുന്ന ധനലക്ഷ്മി ഞങ്ങളുടെ കൂടെ കൺമണി വരേണ്ടതില്ല എന്ന് തീർത്തു പറയുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കിട്ടിയതിനെ തുടർന്ന് കൺമണി ആകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? സത്യങ്ങളെല്ലാം പറയണമോ എന്നുള്ള ചോദ്യം മുൻപിൽ വന്നു നിൽക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.